നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പ് വീണ്ടും വലിയ വാർത്തയായിട്ട് മാറാൻ പോവുകയാണ്. 44 കോടി രൂപയാണ് നെടുമ്പറമ്പിൻ്റെ മുതലാളിയുടെ രാജുവിൻ്റേതായിട്ട് ഇ ഡി കണ്ടുകിട്ടിയിരിക്കുന്നത്. ഇ ഡി അന്വേഷണത്തിനിറങ്ങുമ്പോൾ ആന്റണി പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള എം പിയാണ്. എങ്ങനെയാണ് ഇ ഡി കൈകാര്യം ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൃത്യമായ കണക്കുകളൊക്കെ കൊടുത്താൽ ഒരു പോരാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രശ്നം അതല്ല, പണം ചെക്കായിട്ടോ അക്കൗണ്ടിലൂടെയോ അല്ല സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ സംഭവം കഴിയും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ബാക്കി ആ പണം എന്തിനു വേണ്ടി വാങ്ങി, ലോണായിട്ടാണ് കൊടുത്തത് എന്ന് രാജു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്താൽ പ്രശ്നം അവസാനിക്കും. പക്ഷേ ലോണായിട്ടല്ല വാങ്ങിയത് എന്നാണ് താൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന് തന്നതാണെന്നാണ് പറഞ്ഞതെന്നാണ് ആന്റണി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ചിലവിൽ കാണിക്കണം. അത് കാണിച്ചിട്ടുമില്ലെന്ന് മാത്രമല്ല, പരമാവധി ചിലവഴിക്കാൻ പറ്റുന്ന 95 ലക്ഷമോ പറ്റത്തുള്ളൂ. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ഈ ഒരു ലിങ്കാണ് യഥാർത്ഥത്തിൽ CPM ഉപയോഗിക്കാൻ പോകുന്നത് അല്ലേ പ്രവീൺ? അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം, അത് ചെക്കായിട്ടാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വേണം. അതല്ലെങ്കിൽ ഈ പണം കള്ളപ്പണമാണ് എന്ന നിലപാടിലാണ് CPM നിൽക്കുന്നത്. ഇപ്പോൾ CPMന് ഇതിനകത്തൊരു പഴുത് വീണ് കിട്ടിയിട്ടുണ്ട്. ആ പഴുതിൽ തന്നെ പിടിച്ചു മുന്നോട്ട് പോകാനാണോ CPMന്റെ നീക്കം? പ്രവീൺ പുരുഷോത്തമൻ. അതെ അരുൺ, CPIMന്റെ തീരുമാനം അങ്ങനെ തന്നെയാണ്. ഇതിന് മുമ്പും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ഈ ഒരു വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അന്ന് തന്നെ ഈ തന്ത്രിയുടെ വിഷയവും ഒപ്പം തന്നെ ആന്റണി MP നെടുമ്പറമ്പിൽ നിന്ന് പണം പിൻവലിച്ച വിഷയവും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ KP ഉദയഭാനു വ്യക്തമാക്കിയിരുന്നു. അത് ഇന്നലെ ആന്റണി MPയുടെ ഒരു വാർത്താ സമ്മേളനവും ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായ തുകയുടെ കാര്യമൊന്നും ആന്റണി MP പറയുന്നില്ല. അതിൽ പരാമർശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വിഷയം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ KP ഉദയഭാനു വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. അത് തീർച്ചയായും CPIMന്റെ ഒരു നയം കൂടി തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ ഒരു പണം വാങ്ങിയതെന്ന് ആന്റണി MP തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എത്ര തുകയാണ് എന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നില്ല. അതാണ് KP ഉദയഭാനു പറയുന്നത്. എങ്ങനെയാണ് ഈ പണം വാങ്ങിയത്? അത് ചെക്കായിട്ടാണോ, രൂപയായിട്ടാണോ, ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് വഴിയാണോ, ട്രാൻസാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ആന്റണി MP തന്നെ വ്യക്തമാക്കണം. ഒപ്പം തന്നെ CPIM ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി പോയിട്ടുണ്ട്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ പോകുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആന്റണി MP നൽകിയ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചെലവ്, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ CPIM സമീപിക്കാൻ പോകുന്നത്. KP ഉദയഭാനു തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, എത്ര തുക തിരിച്ചു കൊടുത്തു എന്നത് സംബന്ധിച്ച് ഇന്നലെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അത് എത്ര തുകയാണോ താൻ NM രാജുവിൽ നിന്ന് വാങ്ങിയത് അത്രയും തുക തിരിച്ചു കൊടുത്തു എന്ന് മാത്രമാണ് ആന്റണി MPയുടെ മറുപടി. അപ്പോൾ KP ഉദയഭാനു പറയുന്നത് അക്കാര്യത്തിൽ ഒരു സമഗ്ര അന്വേഷണം വേണം. കാരണം എത്ര രൂപ ഒരു MP എന്നുള്ളതിൽ കൈപ്പറ്റി എത്ര തുക തിരിച്ചു കൊടുത്തു അതിൻ്റെ ഒരു വ്യക്തത വേണം. അതിന് അന്വേഷണം തന്നെ നടത്തണം. അന്വേഷണം ആന്റണി MPയിലേക്കും കൂടി പോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ KP ഉദയഭാനു പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഒരു പണമിടപാട് സംബന്ധിച്ച് അത് ഏത് സമയത്ത് ഏത് രീതിയിൽ കൊടുത്തു എന്നതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ആന്റണി MP തന്നെ പൊതുസമൂഹത്തോട് പറയണമെന്നും ഇപ്പോൾ KP ഉദയഭാനു വ്യക്തമാക്കിയിട്ടുണ്ട്. അരുൺ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സംഭവം ഇപ്പോൾ ചക്ക കുഴഞ്ഞതുപോലെ കിടക്കുകയാണ്. കാര്യങ്ങളൊക്കെ വ്യക്തമാവട്ടെ. ED വരുന്നു, SIT വരുന്നു, ആന്റണി MP കൂടി ചോദ്യമുനയിലേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് സത്യസന്ധമായി പറഞ്ഞാൽ ഇറങ്ങി പോകാവുന്നതേ ഉള്ളൂ. പറയാൻ കഴിയട്ടെ മാധ്യമങ്ങളുടെ മുന്നിലും ഒപ്പം തന്നെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലും.